KPSC എഴുത അമ്മ പറയുന്നൊരു ഡയലോഗുണ്ട്, എവിടെ പോയാലും അവനാണ് മെയിൻ. എന്താ, കല്യാണ വീട്ടിൽ പോയാൽ കല്യാണച്ചക്കനാവണം, കുർബാന കൂടാൻ പോയാൽ പള്ളിയിലച്ഛനാവണം, മരണ വീട്ടിൽ പോയാൽ പെട്ടി കിടക്കണം. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അയാൾക്ക് അതിൻ്റെ ഒരു എക്സ് ലെവൽ എക്സ്ട്രീം ആയിട്ടുള്ളൊരു കഥ അയാൾക്ക് പറയാനുണ്ടാവും. വേറൊരു അറ്റൻഷൻ സീക്കിങ്ങിന്റെ ഭാഗമായിട്ട് ചിലർ പെരുമാറുന്നത്, അതായത് ചിലപ്പം അവർ ലൗഡായി ചിരിക്കുക അല്ലെങ്കിൽ ലൗഡായി ഒച്ച വെക്കുക, അപ്പുറം നിൽക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ അപ്പുറം നിൽക്കുന്ന ഒരാളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഓ ഇനി ആളുടെ കൂടെ പുറത്തു പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് അങ്ങനെ രീതിയിൽ പറഞ്ഞ് ഞാനതിനെ കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ അവരുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഫോട്ടോകൾക്ക് ഒക്കെ അത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ ഒരു സാധനമായിരിക്കുമല്ലോ. ഒരു പെർഫെക്റ്റ് ആവണം എന്ന് പറയുമ്പോൾ അതിൽ അവര് പെർഫെക്റ്റ് ആവണം. നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മളാണ് നമ്മുടെ ലൈഫിലെ ഹീറോ. പക്ഷെ നമ്മളൊരു ഗ്രൂപ്പിന്റെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ ഹീറോയും ബാക്കിയുള്ള എല്ലാവരും എന്താ പറയുക സഹനടന്മാരും നടിമാരുമായി മാറുന്ന ഒരു കണ്ടീഷൻ പോലെ വരുന്ന ഒരു അവസ്ഥയാണല്ലോ അത്. സെൽഫ് കെയറും സെൽഫ് പ്രയോറിറ്റൈസേഷനും ഇവർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ മെയിൻ ക്യാരക്ടർ സിൻഡ്രോം എന്ന് ഇപ്പം കേൾക്കുമ്പോൾ ഭയങ്കര വലിയ സംഭവമായിട്ടൊക്കെ തോന്നുമെങ്കിലും നമ്മളെല്ലാവരിലും ഉള്ളൊരു സാധനമാണ്. ക്രിസ്റ്റീന, മെയിൻ ക്യാരക്ടർ സിൻഡ്രോം എന്നൊരു സാധനം കേട്ടിട്ടുണ്ടോ? മെയിൻ ക്യാരക്ടർ സിൻഡ്രോം എന്ന വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലായിടത്തും ഒരു മെയിൻ ക്യാരക്ടറായി നിൽക്കുന്ന ഒന്നാണ്. അങ്ങനെ എനിക്കറിയാം. അതിനപ്പുറത്തേക്ക് എനിക്ക് അതിനെക്കുറിച്ചൊരു വലിയ വെള്ളിമൂങ്ങ എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ബിജു മേനോൻ്റെ. അതിൽ മാമച്ചൻ എന്നാണല്ലോ ബിജു മേനോൻ്റെ ക്യാരക്ടർ. മാമച്ചനെ കുറിച്ച് KPSC എഴുത അമ്മ പറയുന്നൊരു ഡയലോഗുണ്ട്, എവിടെ പോയാലും അവനാണ് മെയിൻ. എന്താ, കല്യാണ വീട്ടിൽ പോയാൽ കല്യാണച്ചക്കനാവണം, കുർബാന കൂടാൻ പോയാൽ പള്ളിയിലച്ഛനാവണം, മരണ വീട്ടിൽ പോയാൽ പെട്ടി കിടക്കണം. എവിടെ പോയാലും അവരാണ് മെയിൻ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ നമ്മളാണ് മെയിൻ ക്യാരക്ടർ. പക്ഷേ ആരുടെ ലൈഫ് എടുത്താലും അതിൽ ഞാനാണ് മെയിൻ ക്യാരക്ടർ എന്ന് വിചാരിക്കുന്ന പ്രശ്നമാണ് ഈ മെയിൻ ക്യാരക്ടർ സിൻഡ്രോം. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ ജീവിതത്തിൽ അധികം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഭാഗ്യവതി. അതായത് ഇപ്പോൾ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 4-5 ഫ്രണ്ട്സ് പുറത്തൊരു ചായ കുടിക്കാനോ കോഫി കുടിക്കാനോ പോയിട്ടിരുന്ന് വർത്താനം പറയുകയാണെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദറിൻ്റെ ഏറ്റവും വലിയ ഭാഗം എന്താ? വർത്താനം തന്നെ വർത്താനം തന്നെ വർത്താനം. അപ്പം നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസുകൾ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, നമ്മുടെ ലൈഫ് അപ്ഡേറ്റ്സ് ഇതൊക്കെ ആയിരിക്കും നമ്മൾ പറയുക. അപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന മെയിൻ ക്യാരക്ടർ സിൻഡ്രോം ഉള്ള കക്ഷിയാണെങ്കിൽ അയാൾക്ക് നമ്മൾ പറയുന്ന ഏത് സ്റ്റോറിനേക്കാളും വലിയൊരു സ്റ്റോറി പറയാനുണ്ടാവും. അതായത് ഞാനുണ്ടല്ലോ എൻ്റെ ഓഫീസിൽ എൻ്റെ പുതിയൊരു ബോസ് വന്ന് ചാർജ് എടുത്തിട്ടുണ്ട്, തൊല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു തൊല്ല എന്ന് നമ്മൾ നമ്മുടെ വിഷമം പറഞ്ഞു തീർക്കാൻ തുടങ്ങുമായിരിക്കും. അപ്പോൾ പറയും, എൻ്റെ ഓഫീസിൽ കഴിഞ്ഞ ആഴ്ച വന്ന് നിൻ്റെ തൊല്ലയെന്നൊരു തൊല്ലയല്ല എൻ്റെ പൊന്നോ ചൊറി എന്ന് പറഞ്ഞാൽ അതാണ് ചൊറി എന്ന് പറഞ്ഞ്. അപ്പം നല്ല രസമായിട്ടായിരിക്കും അവർ പറയുക. അപ്പം നമ്മൾ അറ്റൻഷൻ മുഴുവൻ അങ്ങോട്ട് പോകും. അപ്പോൾ അടുത്ത ആൾ പറയാം, ആളിയാ നമ്മുടെ ഇന്നയാളുടെ കല്യാണം വരുന്നുണ്ട്, തവണ കുറച്ച് ടൈറ്റാണ് എടാ നിൻ്റെ ടൈറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഞാൻ കുത്തുപാളയെടുത്ത് പണ്ടാരം അടങ്ങിയതെന്ന് ഇയാൾ അങ്ങ് പറയും. അപ്പം നമുക്കൊന്ന് അയ്യോ പാവം കഷ്ടപ്പാടാണല്ലേ. എളയാ ഞാൻ വരുന്ന വഴിക്ക് ചെറിയ നിൻ്റെ ആക്സിഡൻ്റൊക്കെ എന്ത് ആക്സിഡൻ്റ് അളിയാ, കഴിഞ്ഞ ആഴ്ച ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അയാൾക്ക് അതിൻ്റെ ഒരു കഥയുണ്ടാകും. എക്സ് ലെവൽ എക്സ്ട്രീം ആയിട്ടുള്ളൊരു കഥ അയാൾക്ക് പറയാനുണ്ടാവും. അതിപ്പം സന്തോഷം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നമ്മൾ സങ്കടം പറഞ്ഞാൽ അയാൾക്ക് അതിനേക്കാളും വലിയ സങ്കടം കാണും. നമ്മളെന്തെങ്കിലും അപകടം പറ്റുന്ന അയാൾക്ക് അതിനേക്കാളും വലിയ അപകടം കാണും. നമുക്കെന്തെങ്കിലും അസുഖം എന്ന് പറഞ്ഞാൽ അയാൾക്ക് അതിനേക്കാളും വലിയ അസുഖം ഉണ്ടെന്നും പറയും. ഇപ്പം നിൻ്റെ ജലദോഷവും എൻ്റെ ജലദോഷം ഡിവൈൻ കൊള്ളും എന്ന് പറയുന്നൊരു സാധനമില്ലേ, അങ്ങനത്തെ ആൾക്കാർ. അപ്പം ഇങ്ങനത്തെ ആൾക്കാർ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും അവരുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്ക്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇതുപോലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും പലപ്പോഴും കേൾക്കപ്പെടാതെ പോകും. മെയിൻ കഥാതന്തു അല്ലെങ്കിൽ മെയിൻ നരേറ്റീവ് വരുന്നത് ഒരു സൈഡിൽ നിന്ന് മാത്രമായിരിക്കും. അപ്പം ഇങ്ങനത്തെ ഒരാൾക്കാർ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ മറ്റേ ആൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് പറയാൻ ഒരു സ്കോപ്പ് അവിടെ ഇല്ല. കാരണം എന്തെങ്കിലും പ്രശ്നമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ എന്തെങ്കിലും വന്ന് ഷെയർ ചെയ്യാൻ പോയാൽ 1 up എന്ന് പറയുന്നത് അതിനേക്കാളും അപ്പായിട്ടുള്ള 1 level അപ്പായിട്ടുള്ളൊരു സാധനം ഇയാൾ തിരിച്ചു കൊടുക്കും. അപ്പോൾ അത് പരാതി പറയാനാണ് ചെന്നെങ്കിൽ തിരിച്ച് 2 പരാതി ഇങ്ങോട്ട് കേൾക്കേണ്ടി വരും. സന്തോഷം പറയാനാണ് പോയതെങ്കിൽ അയാളുടെ 2 സന്തോഷം ഇങ്ങോട്ട് കേൾക്കേണ്ടി വരും. സങ്കടം പറയാനാണ് പോയതെങ്കിൽ അതിനേക്കാളും ദുരന്ത കഥ അവിടെ നിന്ന് കേൾക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവില്ല. അയാൾ തന്നുകൊണ്ടേയിരിക്കും, നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കും.
ഇങ്ങനെ ഒരു സാധനമായിരിക്കും വരാം. ശരിക്കും ചേച്ചി ഇത് പറയുമ്പോഴേ എനിക്കിത് ഈ പൊങ്ങച്ചം പറയുക എന്ന് പറയുന്ന ഒരു ലൈനിൽ, അല്ലെങ്കിൽ നമ്മൾ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ബിഹേവ് ചെയ്യുക എന്ന് പറയുന്നതിലേക്ക് എൻ്റെ മൈൻഡ് അങ്ങനെ കണക്ട് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് വേറൊരു അറ്റൻഷൻ സീക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ചിലർ പെരുമാറുന്നത്. അതായത് ചിലപ്പം അവർ ലൗഡായി ചിരിക്കുക അല്ലെങ്കിൽ ലൗഡായി ഒച്ച വെക്കുക, അപ്പുറം നിൽക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ അപ്പുറം നിൽക്കുന്ന ഒരാളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഓ ഇനി ആളുടെ കൂടെ പുറത്തു പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് അങ്ങനെ രീതിയിൽ പറഞ്ഞ് ഞാനതിനെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ രീതിയിൽ ഒരു എന്താ പറയുക മെയിൻ ക്യാരക്ടർ സിൻഡ്രം എന്ന് പറഞ്ഞിട്ട് ഒരാൾ അങ്ങനെ സംസാരിക്കുന്ന ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ശരിക്കും. അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് മാത്രമാണ്. ഇപ്പം അറ്റൻഷൻ സീക്കിംഗ് ഒരുപാട് പേർക്ക് ഉണ്ടാവും. അതായത് 4 പേര് നമ്മളൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ 4 പേര് നമ്മളെക്കുറിച്ച് നല്ലത് പറയണം, പീപ്പിൾ പ്ലീസിങ്, അറ്റൻഷൻ സീക്കിംഗ്, ഇതൊക്കെ ഇതിൻ്റെ ഒരു ചെറിയൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ പോലും പ്രോപ്പറായിട്ട് പറഞ്ഞാണെങ്കിൽ ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിലുണ്ട്. അതായത് അറ്റൻഷൻ മാത്രം പോരാ, അവർക്ക് അവിടുത്തെ മെയിൻ ആവണം. അതായത് എന്നെ ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, ഞാനാണ് അവിടുത്തെ മെയിൻ എന്ന് അവരും കൂടി അംഗീകരിക്കണം. അപ്പം അത്തരത്തിലുള്ള ആളുകൾ അവരുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഫോട്ടോകൾക്ക് ഒക്കെ അത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ ഒരു സാധനമായിരിക്കുമല്ലോ. അത് പെർഫെക്റ്റ് ആവണം എന്ന് പറയുമ്പോൾ അതിൽ അവര് പെർഫെക്റ്റ് ആവണം എന്നുള്ളതാണ്. അതായത് അവരാണല്ലോ മെയിൻ. ഇപ്പൊ ഒരു 4 ഫ്രണ്ട്സ് കൂടിയിട്ടുള്ള ഫോട്ടോ ഇടുവാണെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ എങ്ങനെ ഇടുക, ഇതിരട്ടെ എന്ന് എല്ലാവരോടും ഒന്ന് ചോദിക്കും. ഇത് ഈ പുള്ളിക്കാരി അല്ലെങ്കിൽ പുള്ളിക്കാരൻ ചെയ്യുന്നത് അവരേറ്റവും ഭംഗിയായിട്ട് നിൽക്കുന്ന ഏത് ഫോട്ടോയാണോ അതങ്ങിടും. സൈഡിൽ നിൽക്കുന്ന ആള് മേലോട്ട് നോക്കിയാണോ വായും പൊളിച്ചാണോ നിൽക്കുന്നതെന്നൊന്നും അവർക്കൊരു വിഷയമേ അല്ല. ഇതിലെന്നെ കാണാൻ കൊള്ളാം, ഞാൻ ഇടുന്നു, അത്രേ ഉള്ളൂ. അവരെല്ലാത്തിലും പെർഫെക്റ്റ് ആയി. കാരണം എന്താണ്, അവരാണ് അവിടുത്തെ ഹീറോ, ബാക്കിയൊക്കെ സൈഡ് ക്യാരക്ടേഴ്സ് അല്ലേ. നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മളാണ് നമ്മുടെ ലൈഫിലെ ഹീറോ. പക്ഷെ നമ്മളൊരു ഗ്രൂപ്പിന്റെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ ഹീറോയും ബാക്കിയുള്ള എല്ലാവരും എന്താ പറയുക സഹനടന്മാരും നടിമാരുമായി മാറുന്ന ഒരു കണ്ടീഷൻ പോലെ വരുന്ന ഒരു അവസ്ഥയാണല്ലോ അത്. പക്ഷെ എനിക്ക് നമ്മൾ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഷെയർ ചെയ്യുന്ന സമയത്ത് ചിലരിങ്ങനെ പറയാറുണ്ട്, ആ ഫോട്ടോ ഷെയർ ചെയ്യേണ്ട, അതിനകത്ത് എന്നെ കൊള്ളില്ല, അങ്ങനെ പറഞ്ഞ് ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ആ ഫോട്ടോയ്ക്ക് നമുക്ക് കുഴപ്പമൊന്നും കാണില്ല, പക്ഷെ അവര് വിചാരിച്ച ഭംഗി അതിനകത്ത് ഉണ്ടാവണം എന്നില്ല. അതായത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാനാണ് ഹീറോ എങ്കിൽ അവരുടെ ലൈഫിൽ അവരാണ് ഹീറോ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം എൻ്റെ വാളിലിടുന്ന ഫോട്ടോ ആണെങ്കിൽ പോലും അതിൽ വേറൊരാളുണ്ടെങ്കിൽ അയാൾ അതിൽ എനിക്ക് അത്ര ക്യൂട്ടായിട്ട് തോന്നിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യണം. കാരണം അത് അയാളും കൂടി ഉൾപ്പെടുന്നതാണ്. അയാളെ ഭംഗിയായിട്ട് കാണാം, അയാൾക്ക് ഏത് ആംഗിളാണോ ഭംഗി അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതായത് അയാളുടെ കഥയിൽ അയാളാണ് ഹീറോ, അവിടെ നമ്മൾ സൈഡ് ക്യാരക്ടർ മാത്രമാണ്. അയാളുടെ കഥയിൽ മാത്രമാണ് അയാൾ ഹീറോ നമ്മൾ പറയേണ്ടത്. നമ്മുടെ കഥയിലും കൂടി അവർ ഹീറോ ആവാൻ ശ്രമിക്കുമ്പോഴാണല്ലോ അത് പ്രശ്നമായി മാറുന്നത്. നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അത്തരം സൗഹൃദങ്ങൾ നമുക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ, അത് ബേർഡനായി മാറില്ലേ നമുക്ക്. നമ്മുടെ എല്ലാ കഥകൾ, നമ്മളൊരു സങ്കടം പറയാൻ ചെന്നിരിക്കുമ്പോൾ അതിലും മേളിൽ സങ്കടം പറയാൻ, ഇതിപ്പോൾ ഞാൻ ആരോടാ പറയുക, എൻ്റെ സങ്കടം പറഞ്ഞു ഇല്ല, അപ്പുറത്ത് അതിലും വലിയ സങ്കടം നമ്മൾ കേട്ടിട്ട് സങ്കടത്തിന് ഈ വീട്ടിലൊരു വിലയില്ല. അങ്ങനെ വരുന്നൊരു കണ്ടീഷൻ ആവുമല്ലോ അത് സംസാരിക്കുന്ന സമയത്ത്. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മുടെ ലോക്ക്ഡൗൺ വന്ന സമയത്താണ് ഇത് കുറേയും കൂടിയും ആൾക്കാരിലേക്ക് ഒരു ക്യാരക്ടറിസ്റ്റിക് വരാൻ തുടങ്ങിയത്. കാരണം ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ടിക്ടോക്ക് വീഡിയോസ് വരുന്നു, അല്ലെങ്കിൽ റീൽസ് വരുന്നു, ഷോർട്സ് വരുന്നു, ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവരവരുടെ പേഴ്സ്പെക്റ്റീവ് എന്നുള്ള സാധനങ്ങളാണ് വരുന്നത് മുഴുവനും. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്, എൻ്റെ കുക്കിംഗ്, അപ്പം ഞാനാണ് ഹീറോ. അതായത് ടിക്ടോക്ക് വീഡിയോസിൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം, ആ ഓരോ ടിക്ടോക്ക് വീഡിയോയിലും ആ എടുക്കുന്ന ആൾ അവരുടെ ലൈഫിലെ മെയിൻ ക്യാരക്ടറാണ്, മെയിൻ ഹീറോയിനായിട്ടാണ് അവർ ആക്ട് ചെയ്യുന്നത്. അതങ്ങനെ വന്ന് പാൻഡമിക് തീർന്ന് ലോക്ക്ഡൗൺ ഒക്കെ മാറിയാലും ഇപ്പോഴും ആ ഒരു ചിന്താഗതി എവിടെയൊക്കെയോ പലരുടെയും ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു മൂവിയിലും ഇത് കാണിക്കുന്നുണ്ട്. അതായത് ആ കുട്ടി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ആ കുട്ടി ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് അഭിനയിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ കുട്ടി കല്യാണം കഴിഞ്ഞ് ചെല്ലുന്ന വീട്ടിൽ ഇവർക്കറിയാം ഈ കുട്ടി ഇൻഫ്ലുവൻസർ ആണെന്നൊക്കെ അറിയാം. ആ വീട്ടിലെ കുട്ടിയുടെ അമ്മായി അച്ഛൻ രാവിലെ തന്നെ മേക്കപ്പൊക്കെ ഇട്ട് റെഡിയായി ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ പയ്യൻ വന്ന് ചോദിക്കുന്നുണ്ട്, അച്ഛനെന്താ ഇങ്ങനെ ഇരിക്കണേ? പറയാം, മോൾ ഇൻഫ്ലുവൻസർ അല്ലേ, അവൾ എപ്പോഴാണ് ഡേ ഇൻ മൈ ലൈഫ് ആണെന്ന് പറഞ്ഞ് ക്യാമറ കൊണ്ട് വരുന്നതെന്ന് അറിയാൻ പാടില്ല, ഞാനിപ്പോഴും റെഡി ആയിട്ടിരിക്കുകയാണ്. അവളുടെ ലൈഫിൽ അവളാണ് ഹീറോ. അച്ഛൻ ഏത് കൊലത്തിൽ ഇരുന്നാലും അവൾ ഷൂട്ട് ചെയ്യും.
അപ്പം ഞാൻ മര്യാദയ്ക്ക് ഇരുന്നാൽ എനിക്ക് കൊള്ളാം. അല്ലെങ്കിൽ അവളുടെ സൈഡ് ക്യാരക്ടർ ആയതുകൊണ്ട് അവൾ മൈൻഡ് ചെയ്യത്തേയില്ല. അച്ഛൻ വീട്ടിൽ നിൽക്കുന്ന മുണ്ടെടുത്തോണ്ട് നിൽക്കുന്നെങ്കിൽ അവൾ ആ കോലത്തിൽ എടുക്കും. കാരണം അവളാണ് ഹീറോ, അവളാണ് മെയിൻ. അച്ഛൻ എങ്ങനെ നിന്നാലും ഒക്കെ കുഴപ്പമില്ല, സൈഡിൽ കൂടെ പോകുന്ന ക്യാരക്ടറാണ്. മെയിൻ ക്യാരക്ടർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അതൊരു അസുഖമോ അല്ലെങ്കിൽ ഒരു ഡിസ്ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സോ ഒന്നുമല്ല. ഇതൊരു കൾച്ചറലി ഫോം ചെയ്ത് വന്നിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതിനൊരു രോഗമായിട്ടോ അല്ലെങ്കിൽ രോഗാവസ്ഥയായിട്ടോ ഒന്നും കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, അവർക്ക് ഭയങ്കര എക്സാജറേറ്റഡ് സെൽഫ് ഇമ്പോർട്ടൻസ് ആയിരിക്കും. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരാണ് മെയിൻ. നമുക്കും എല്ലാവർക്കും നമ്മൾ തന്നെയാണ് മെയിൻ. പക്ഷേ ഇവർക്കത് കുറച്ചും കൂടി എക്സാജറേറ്റഡ് ലെവലിലാണ് വരിക. ബാക്കി ആരെയും അവർക്ക് വിഷയമാക്കില്ല. ബാക്കി മറ്റുള്ളവരുടെ ഒരു പേഴ്സ്പെക്റ്റീവോ അല്ലെങ്കിൽ എമ്പതി തീരെ ഉണ്ടായിരിക്കില്ല. കാരണം അവർ എല്ലായ്പ്പോഴും അവരുടെ കണ്ണുകളിലൂടെ മാത്രമേ കാര്യങ്ങൾ കാണുകയുള്ളൂ. അതിന് മറ്റൊരു വശം ഉണ്ടാകാമെന്നോ, എന്നോട് അവൻ ഇങ്ങനെ പെരുമാറി എന്നാൽ അവൻ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി എന്നവർ ചിന്തിക്കില്ല. അതിനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടാവില്ല. പിന്നെ എല്ലാം അവർക്കൊരു നരേഷനായിരിക്കും, ഒരു കഥയായിരിക്കും. അവരുടെ ലൈഫിൽ എന്ത് നടന്നാലും ഒരു കഥ പറയുന്ന പോലെ ആയിരിക്കും അവരെല്ലാത്തിനും കാണും. അതായത് അതിനൊരു സ്റ്റാർട്ടിങ് പോയിന്റ് കാണും, ഒരു എന്താ പറയുക പീക്ക് കാണും, ഒരു ക്ലൈമാക്സ് കാണും. പിന്നെ അവിടുന്ന് എല്ലാ ഈവൻസും അവരങ്ങനെ പറയുക. നമുക്കൊരു പനി വന്നു എന്നാൽ അവരങ്ങനെ പറയില്ല. ഞാൻ ഇന്നയിടത്ത് പോയപ്പോൾ ഇന്ന കാരണം കൊണ്ടൊരു പനി വന്നു, എന്നിട്ട് ഞാനതിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തു. ഇതിലൊക്കെ പല പല കഥകളും കാണും കേട്ടോ. പനി വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ കണ്ട ആൾക്കാർ എന്നോട് ഇങ്ങനെ പെരുമാറി, ഞാൻ ഭയങ്കര സൂപ്പറാണെന്ന് അവർ പറഞ്ഞു, എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു, എന്നിട്ട് പനി മാറി. ഇതൊരു കഥയായിട്ട് എല്ലാ എപ്പിസോഡും അവർക്കൊരു നരേഷനാണ്. ഒരു വെറും സംസാരമല്ല. അവർക്ക് വെറുതെ ഒഴുക്കം മട്ടിലൊരു ഹായ് ബൈയോ അങ്ങനത്തെ ഒരു സാധനങ്ങളോ അവർക്കില്ല. അവർക്കെല്ലാം ഒരു നറേറ്റീവാണ്. കാരണം അവരുടെ ലൈഫിൽ നടക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് എക്സാജറേഷനും ഉണ്ട്. ഇപ്പം നമ്മൾ പണ്ട് ജയറാമിൻ്റെ ഒരു സിനിമയിൽ പറഞ്ഞില്ലേ, ഞാൻ ഇത്രയുള്ള രാമനെ കണ്ടു. അതായത് ശരിക്കും ഇത്രയുള്ള അമ്മേനെ കണ്ടു, ഇത്രയുള്ള അമ്മേനെ ഇത്രയുള്ള അമ്മ എന്ന് പറഞ്ഞ പോലെ അവർ പറയുന്ന കഥയെ കേട്ട് കഴിഞ്ഞാൽ ഒരു പനിയെക്കുറിച്ചായിരിക്കും പറയുന്നത്. പക്ഷെ ആ പനിക്കൂടെ അവർ കടന്നുപോയ ആ സ്റ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാറ്റിക് സ്റ്റൈൽ കേട്ട് കഴിഞ്ഞാൽ അവരെന്തോ മാറാരോഗത്തിൽ നിന്നും രോഗവിമുക്തനായി പുറത്തു വന്ന സർവൈവർ എന്നുള്ളൊരു ഭാവത്തിലാണ് അവർ ആ കഥ പറയുക. പിന്നെ ഇവർക്ക് എപ്പോഴും ഒരു അറ്റൻഷൻ സീക്കിങ് സാധനം കാണും. അതായത് എവിടെ പോയാലും അവരായിരിക്കണം മെയിൻ. അതുപോലെ തന്നെ ഇവർക്ക് എപ്പോഴും വാലിഡേഷനും വേണം. അതായത് ബേസിക്കലി ഇവരെന്തുകൊണ്ടാണ് ഇത്രയും കഥകളൊക്കെ പറയുന്നതും ഇവർ സൂപ്പറാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നതും ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇൻസെക്യൂരിറ്റി കിടക്കുന്നതുകൊണ്ടാണ്. അതായത് ഞാൻ അത്ര പെർഫെക്റ്റ് അല്ല, ഞാൻ ഹീറോ ആവണ്ടേ, പക്ഷേ എനിക്ക് ചില ഇംപെർഫെക്ഷൻസ് ഉണ്ടല്ലോ എന്നൊരു സാധനം ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇവർ ഇത്രയും എക്സാജറേറ്റ് ചെയ്ത് എല്ലാവരും എന്നോട് നന്നായി എന്ന് പറയുന്നുണ്ട് എന്നൊരു സാധനം അവരിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു എക്സ്റ്റേണൽ വാലിഡേഷൻ അവർക്ക് ആവശ്യമുണ്ട്. ചുറ്റിയിരിക്കുന്നവരാ കൊള്ളാം എന്ന് പറയണം. ഇതില്ലേ പറഞ്ഞു വരുമ്പോൾ സിനിമ റെഫറൻസാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കുഞ്ഞിരാമായണത്തിൽ വെൽഡൺ വാസു, അതായത് ആ കഥയുടെ അവസാനം ആ കഥയിലുള്ള എല്ലാവരും അയാളോട് വെൽഡൺ വാസു എന്ന് പറയണം എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം ഒരു നരേറ്റീവ് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും വാവോ നീ കൊള്ളാലോ, നീ സൂപ്പറാണല്ലോ, കൊള്ളല്ലേ എന്ന് പറയണം എന്നുള്ളതാണ്. അതില്ലെങ്കിൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അവരത് കിട്ടുന്നതിന് വേണ്ടി അതവർക്ക് കിട്ടണം. അത് കിട്ടുന്ന ആ ലെവൽ എത്തുന്നവരെ ഇത് എക്സാജറേറ്റ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ അടുത്ത സ്റ്റേജിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ബോണ്ടുകൾ, റിലേഷൻഷിപ്സ് പലപ്പോഴും ഭയങ്കര സൂപ്പർഫിഷ്യലായി പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഒരു റിലേഷൻഷിപ്പിൽ പറയുന്നത്, ഇപ്പോൾ ക്രിസ്റ്റീനെ ഞാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ തന്നെ ക്രിസ്റ്റീനെ പറയുന്ന ഒന്നും ഞാൻ കേൾക്കുന്നില്ല, ഞാൻ എപ്പോഴും എൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു പരിധി എത്തുമ്പോൾ ക്രിസ്റ്റീനയ്ക്ക് മനസ്സിലാവും, ഓക്കെ ഇത് ഫ്രണ്ട്ഷിപ്പാണ്, ഭയങ്കര ബെസ്റ്റിയാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, വെറുതെ സൂപ്പർഫിഷ്യലാണ്. 4 പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നുണ്ടായിരിക്കും ബെസ്റ്റീസ് ഫോർ എവർ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇൻസൈഡ് റിയൽ സ്റ്റോറി എന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല, ഞാൻ അറിയുന്നില്ല. അതായത് ഞാൻ ക്രിസ്റ്റീനെ കേൾക്കുന്നില്ല, സംഭവങ്ങൾ അറിയുന്നില്ല, വിഷമങ്ങൾ അറിയുന്നില്ല, ഒന്നും. ഞാൻ എൻ്റെതായ ലോകത്ത് ക്രിസ്റ്റീനെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് അവിടെ വെച്ചേക്കാണ്. ബെസ്റ്റി എന്ന് പറഞ്ഞത് ഇതാണ് എൻ്റെ ബെസ്റ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പുകളെല്ലാം തന്നെ സൂപ്പർഫിഷ്യലായിട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ ജീവിക്കണം ലൈഫ് എന്നാൽ ഇപ്പടി എന്ത് ലൈഫ്, അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള ജോലി, പെർഫെക്റ്റ് ആയിട്ടുള്ള വെക്കേഷൻസ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഗെറ്റ് അവേയ്സ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഡേറ്റ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഈസ്തെറ്റിക് ആയിട്ടുള്ള കോഫി ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റ്സ്, ചിൽ ഔട്ട് ടൈം, ഫ്രണ്ട് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവരുടേതായ ഒരു മായാലോകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ എത്ര ശതമാനം സത്യമാണെന്നുള്ളത് ഇപ്പം നമ്മളെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഇടുന്നുള്ളൂ.
കാരണം നമുക്ക് നെഗറ്റീവ് കാണാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ ഇംപെർഫെക്ഷൻസ് കാണിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഒരളവിൽ എക്സാജറേറ്റഡ് ആയിട്ട് ഇതിങ്ങനെ ഇട്ടിട്ട്, ഇപ്പോൾ നമ്മൾ പല ട്രോൾ വീഡിയോസിലും കാണത്തില്ലേ, മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് സെൽഫി എടുത്ത് ഇടുക, അങ്ങനത്തെ എക്സാജറേറ്റഡ് ലെവലിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന പോലെ. അതായത് ഒരു നോർമൽ ലെവലിൽ നിന്ന് വിട്ട് ഇവരുടെ സോഷ്യൽ മീഡിയയും ഇവരുടെ റിയൽ ലൈഫും തമ്മിൽ ചിലപ്പോൾ യാതൊരു ബന്ധവും കാണത്തില്ല. സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ചിലപ്പോൾ ഒരു 10-20 ഫ്രണ്ട്സിൻ്റെ കൂടെ ചിൽ ഔട്ട് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഇങ്ങനത്തെ ഈ ക്യാരക്ടറിസ്റ്റിക് കാരണം അവർക്ക് നല്ലൊരു സുഹൃത്ത് പോലും ഉണ്ടായിരുന്നിരിക്കില്ല. പക്ഷേ അവരുടെ ആ ഒരു സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവത്തേ ഇല്ല. ഭീകര എക്സാജറേറ്റഡ് വേർഷൻ ആയിരിക്കും നമ്മളവിടെ കാണുന്നത്. ഒരു ബാലൻസിൽ പോവുകയാണെങ്കിൽ ഈ മെയിൻ ക്യാരക്ടർ സിൻഡ്രോം ഉള്ള ആൾക്കാർക്ക് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് അവരുടെ സെൽഫ് മോട്ടിവേഷൻ. അതായത് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ അവർക്ക് പുറത്തുനിന്ന് ആരുടെയും സഹായം ആവശ്യമില്ല. അവരെപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ്. കാരണം അവരുടെ ഉള്ളിൽ നിന്ന് ഞാൻ പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഹീറോ ആണ് എന്ന് എല്ലാവർക്കും തോന്നണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുടെ ഉള്ളിലൊരു ആ ഒരു ഡ്രൈവ് അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അവർക്കൊരിക്കലും ലോ ആയിട്ട് സാഡായിട്ട് ഒരിടത്ത് പോയി ഇരിക്കാൻ തോന്നില്ല. കാരണം ഓക്കെ, ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കില്ലേ ഒരു ഹീറോ ഇങ്ങനെ ഇരിക്കാൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ ചാടി എണീക്കുന്നു, സെറ്റാക്കുന്നു, സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുന്നു. വേണമെങ്കിൽ അതിനെക്കുറിച്ച് 2 റീലും വരെ നമ്മളിടും, എങ്ങനെ നമ്മളെ സ്വന്തം മോട്ടിവേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് 4 പേരെ അഭിമുഖീകരിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാനോ ഒന്നും ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കാണില്ല. പബ്ലിക് സ്പീക്കിങ്ങിനൊക്കെ അവർ നല്ല പബ്ലിക് സ്പീക്കിങ്ങിനും അതുപോലെ തന്നെ നല്ലൊരു ക്രൗഡ് പുള്ളറായിട്ടും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ, ഇപ്പോൾ ഒരു പ്രോഗ്രാം നടക്കുകയാണ്, ഓഫീസിലുള്ള പ്രോഗ്രാം നടക്കുകയാണ്, എല്ലാവരും വാ എന്ന് പറഞ്ഞിട്ട് ആരും വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് മയക്കം കൊടുത്തു കഴിഞ്ഞാൽ അവർ 4 കഥ പറഞ്ഞിട്ടാണ്, അവരെ പൊക്കിയായിരിക്കും കഥ പറയുന്നത്, എന്നാൽ പോലും ഭയങ്കര രസമായിട്ട് ഇവർക്ക് സംസാരിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഇവർക്ക് ആൾക്കാരെ മുഴുവൻ പിടിച്ചവിടെ ഇരുത്താൻ പറ്റും. ഇരുത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വെറുത്ത ആൾക്കാർ എണീറ്റ് പോകും, അത് 2ാമത്തെ കാര്യം. പക്ഷേ പീപ്പിളിനെ അവരുടെ അടുത്തേക്ക് കൊണ്ടിരുത്താനുള്ളൊരു പവർ ഇവർക്കാണ്. അതിന് മാത്രം ഭംഗിയായിട്ടായിരിക്കും ഇവർ ഓരോന്നും നെറേറ്റ് ചെയ്യുന്നത്. സെൽഫ് കെയറും സെൽഫ് പ്രയോറിറ്റൈസേഷനും ഇവർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. കാരണം ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആലോചിച്ച് തന്നെ നമുക്ക് മനസ്സിലാവും ഇവരാണ് മെയിൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമായിരിക്കും. എല്ലാവർക്കും അങ്ങനെ ആവണം, പക്ഷേ ഇവർക്കൊരു പരിധിയിൽ കൂടുതൽ ഭയങ്കരമായിട്ട് അവരവരെ കെയർ ചെയ്യും, അവരെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യും. അങ്ങനെ ഒരു ബാലൻസിൽ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇവർക്ക് നല്ല കാര്യങ്ങളാണ്. ഇവർക്ക് ആർക്കും പുറത്തുനിന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമോ ഒന്നുമില്ല. അവർക്ക് നാച്ചുറലായിട്ട് അവർക്കത് വരും. സെൽഫ് കെയറും എന്നെ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് നാച്ചുറലായിട്ട് വരും. ഇതിനായി ഇപ്പം ചേച്ചി പറഞ്ഞതിനകത്ത് നാർസിസ്റ്റ് ക്യാരക്ടർ പോലെ എനിക്ക് ഫീൽ ചെയ്യും. നമ്മളെ തന്നെ എപ്പോഴും ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് അത്തരത്തിലുള്ള ഒരു ടേം നമ്മൾ യൂസ് ചെയ്യാറില്ല. അതായത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ NCP എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ഡിസീസാണ്. അതിലൊരുപാട് ടോക്സിക് ട്രേറ്റ്സും ഉണ്ട്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഇയാൾ ഒരിക്കലും ഹാംഫുൾ അല്ല. ഓക്കെ, ഇയാൾ ആർക്കും ഉപദ്രവം ഉണ്ടാക്കില്ല. അതായത് നമ്മൾ പറയുന്ന ആൾ കേൾക്കുന്നില്ല എന്നൊരു സാധനം മാത്രമേ ഉള്ളൂ. ഇയാളുടെ ബെനിഫിറ്റിന് വേണ്ടി ഇയാൾ വേറെ ആരെയും മിസ്യൂസ് ചെയ്യുകയോ അബ്യൂസ് ചെയ്യുകയോ ട്വിസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. അതായത് ഇയാൾക്ക് മെയിൻ ആവണം എന്നൊരു അത്ര മാത്രമേ ഉള്ളൂ. എന്താ പറയുക, നിരുപദ്രവകരമായ ഒരു അത്യാഗ്രഹം മാത്രമേ അയാൾക്കുള്ളൂ. അയാൾ ഒരിക്കലും ഉപദ്രവകാരിയല്ല. അയാളുടെ ക്യാരക്ടർ മെയിൻ ആക്കാൻ വേണ്ടിയിട്ട് അയാൾ ചിലപ്പോൾ 1-2 പേരെ വില്ലന്മാരായിട്ട് നരേറ്റ് ചെയ്തേക്കാം. പക്ഷെ ഒരിക്കലും വില്ലന്മാരായിട്ട് ട്രീറ്റ് ചെയ്ത് അവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവരെ പോയി അറ്റാക്ക് ചെയ്യണമെന്ന് ചിന്തിക്കുകയോ അവരെ സൈബർ ബുള്ളി ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. പാവം പിടിച്ച മനുഷ്യരാണ്. നമുക്ക് പക്ഷെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കില്ലേ ഇങ്ങനെയുള്ള ആളുകൾ അപ്പം നമ്മുടെ ലൈഫിൽ നിൽക്കുന്ന സമയത്ത്? അപ്പം ചിലപ്പോൾ ആ സൗഹൃദം തന്നെ നമ്മൾ കട്ട് ചെയ്ത് പോകാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ അടുത്തുണ്ടെന്ന് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമല്ല. കാരണം ഇങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവർ ഒരിക്കലും ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യില്ല. വേറൊരാൾ പറഞ്ഞു നോക്കിയാൽ ഹീറോയുടെ അടുത്ത് വന്ന ഒരാൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഹീറോ സംഭവിക്കുമോ? ഇല്ല. അതുപോലെ തന്നെ ഇവർക്ക് ഒരിക്കലും ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതവർക്ക് പെയിൻഫുൾ ആയിരിക്കും എന്നുള്ളത്. പെയിൻഫുൾ ആണെന്ന് മാത്രമല്ല, ഇവർക്ക് ഒരിക്കലും മറ്റൊരാളുടെ സൈഡിൽ നിന്ന് കാര്യങ്ങൾ കാണാൻ കഴിയില്ല. നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതായത് അയാൾ മൂലം നമുക്ക് എന്തോ ബുദ്ധിമുട്ട് വരുന്നു, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്ക് എന്തോ ചെറിയ മാനസിക ബുദ്ധിമുട്ട് വരുന്നു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അയാൾക്കത് ഒരിക്കലും മനസ്സിലാവില്ല. കാരണം അയാൾക്ക് വേറൊരാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ തന്നെ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് പറഞ്ഞു നോക്കാം, ഒരു പരിധി നമുക്ക് ഇട്ട് നോക്കാം. ശരി, നീ പറയുന്നതൊക്കെ ഞാൻ സമ്മതിച്ചു, പക്ഷേ എനിക്കും പറയാനുണ്ട്, എന്നെയും കൂടെ കേൾക്കണം, ഞാൻ പറയുന്നതും കൂടെ കേൾക്ക് എന്ന്. 1. രണ്ടാമത്തത്, ഇവരുടെ എല്ലാ എക്സാജറേറ്റഡ് സ്റ്റോറീസും
അതേ ലെവലിൽ കേൾക്കാതിരിക്കുക. അതായത് ഇതുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആണോ എന്ന് ചോദിക്കാതിരിക്കുക. ഫാക്റ്റായി അതിന് റിപ്ലൈ കൊടുക്കുക. ഞാൻ ഇന്നലെ സ്കൂട്ടറിൽ വരുമ്പോൾ റോഡിൻ്റെ നടുക്ക് ഇത്ര നീളത്തിലൊരു കുഴി, അതിനകത്തോട്ട് വീണ് മനുഷ്യൻ്റെ നടുവൊടിഞ്ഞു എന്ന് പറയുമ്പോൾ ആ റോട്ടിൽ ഇത്രയും ആഴത്ത് കുഴിയുണ്ടോ, എവിടെ, ഇത്ര നിനക്ക് ഇത്ര പറ്റിയുള്ളൂ. അങ്ങനെ അതായത് ഫാക്റ്റിലേക്ക് അവരെ ഒന്ന് പതുക്കെ തിരിച്ചു പിടിച്ച് കൊണ്ടുവരാം. അപ്പോൾ എക്സാജറേഷൻസ് ഒരു ലെവലിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരാം. പക്ഷെ നീ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, നീ ഇത് സൂപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ നീ പറയുന്ന അത്രയും ലെവലിൽ ഈ സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നിന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആ ലെവൽ വരെ പോകണ്ടറ, ഈ ലെവലിലായാലും നീ ചെയ്ത് സൂപ്പറാ എന്ന് നമ്മൾ അവരോട് പറയാതെ പറയുകയോ പറയുകയോ ചെയ്യാം. അതിനേക്കാളൊക്കെ വലിയൊരു കാര്യം നമ്മളോട് ചെയ്യാനുള്ളത്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തു നിന്നുള്ള നമ്മുടെ എക്സ്പെക്റ്റേഷൻ ലെവൽ എപ്പോഴും താഴെയായിരിക്കണം. കാരണം ഇപ്പം നമ്മൾ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ പദം പറയാൻ പോകുന്നത് ഇതേപോലുള്ള ഒരാളുടെ അടുത്താണെങ്കിൽ ആളെന്താണ് വിഷമം കേൾക്കില്ല, ആളുടെ വലിയ 4 കഥ കേട്ട് നമ്മൾ തിരിച്ചു വരാമെന്നുള്ള സത്യം. അതിനേക്കാളും വലിയ 4 ദുരന്ത കഥ നമ്മൾ കേട്ടിട്ട് ചിലപ്പോൾ ഒരു പക്ഷെ നമുക്ക് ഓക്കെ എന്നെക്കാളും ദുരന്തമുള്ളവർ വേറെ ഉണ്ടല്ലേ എന്നൊരു സന്തോഷത്തിൽ നമുക്കങ്ങ് പോവാന്നല്ലാതെ നമ്മളെ ആശ്വസിപ്പിക്കുമെന്നോ നമുക്ക് എന്തെങ്കിലും സൊലസ് കിട്ടുമെന്നോ അല്ലെങ്കിൽ നമ്മൾ കേൾക്കപ്പെട്ടുവെന്നോ അതൊന്നും നമുക്ക് തോന്നാൻ പോകണം. നമ്മുടെ ഇമോഷൻ അവിടെ ഒരു വാലിഡിറ്റി ഉണ്ടാവില്ല. പക്ഷെ അതൊന്നും അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അതായത് നമ്മുടെ ഇമോഷനെ വാലിഡേറ്റ് ചെയ്യേണ്ടെന്ന് അവർ മനഃപൂർവ്വം തീരുമാനമെടുക്കുന്നതല്ല. നമ്മളൊരു കഥ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ നാച്ചുറലി എടാ ഇതിനേക്കാളും നല്ല കഥ എന്തെങ്കിലും ഉണ്ടല്ലോ എന്നായിരിക്കും വരുന്നത്. അതായത് അവർ കേൾക്കല്ല, അവർ തിരിച്ച് എന്ത് കഥ പറയാന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത്. വെരി വാലിഡ് പോയിന്റ്. തിരിച്ചെന്ത് പറയും, അതായത് അവരൊരു സാധനം കേൾക്കുന്നത് ഞാൻ തിരിച്ചെന്ത് പറയണം എന്ന് ആലോചിച്ചുകൊണ്ടാണ്. ഒരിക്കലും ആ പറയുന്ന ആള് ഈ അയാൾക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടായല്ലേ, അയാൾ അതിൽ കൂടെ വന്നല്ലേ, അയാൾക്ക് എന്ത് ഫീൽ ചെയ്തിട്ടുണ്ടാവുമല്ലേ, കഷ്ടം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ സപ്പോർട്ട് ചെയ്യാം, അങ്ങനെ എൻ്റെ തലച്ചോറപ്പം വർക്കാവുന്നുണ്ടാവുക. ചിലപ്പോൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന എൻ്റെ ഉള്ളിൽ എന്ത് കഥയാണ് ഉണ്ടാവുക. അതെ, അല്ലെങ്കിൽ ഇതേപോലത്തെ കഥ ഞാൻ വേറെ കേട്ടിട്ടുണ്ടോ, എൻ്റെ ലൈഫിൽ ഇല്ലല്ലേ എന്നാ ഒരെണ്ണം ഇപ്പോൾ കണ്ടുപിടിക്കണം. ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിരിക്കും കേട്ടോ ഇത്ര ആളുകൾക്കല്ലേ. ക്രിയേറ്റീവ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. അതായത് നിപ്പിലൊക്കെ അവർ സ്റ്റോറി ഉണ്ടായിക്കളയും. അതായത് അവരുടെ ഒരു നരേഷൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതൊരു ക്രിയേറ്റീവ് സ്റ്റൈലാണ്. അവരുടെ ഒരു ബാലൻസ് ആയി പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇമാജിനേഷനിൽ നിന്ന് നല്ല നല്ല കഥകളൊക്കെ എഴുതാൻ പറ്റും. പക്ഷെ ബാലൻസ് നിൽക്കണം, ബാലൻസ് നിന്നില്ലെങ്കിൽ പ്രശ്നമാണ്. ബാലൻസ് നിന്നില്ല ജോലി ഉണ്ടാവില്ല, സൗഹൃദം ഉണ്ടാവില്ല, പേഴ്സണൽ ഫ്രണ്ട്സോ ഒരു സോഷ്യൽ ലൈഫ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഇത്തരം ക്യാരക്ടറുള്ളവർ വരാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. കാരണം ഇപ്പം നമുക്കാണ് ഇത്തരത്തിലുള്ളൊരു ഫ്രണ്ട്സ് ഉള്ളതെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആ ഇടത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ളൊരു ശ്രമം നടത്തുമല്ലോ. ഈ കഥ മുഴുവൻ കേൾക്കണ്ട, അല്ലെങ്കിൽ ഇനിയൊരു വിഷമം വരുമ്പോൾ നമ്മൾ ചിലപ്പം പറയാതിരിക്കാൻ ഒരു സാധ്യതയുണ്ടല്ലോ. അവിടെ ചെന്ന് അത് ആ രീതിയിൽ അതിനെ അഡ്രസ്സ് ചെയ്യില്ല, അതുകൊണ്ട് നമുക്കതവിടെ പറയണ്ട, വേറെ ഇടത്തേക്ക് നമ്മൾ കംഫർട്ട് കിട്ടുന്ന സ്ഥലത്തേക്കായിരിക്കുമല്ലോ നമ്മൾ ചിലപ്പോൾ മാറുക. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് കുറഞ്ഞ് ആ ഫ്രണ്ട്ഷിപ്പ് കട്ടാവാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് തന്നെ വർക്ക് പ്ലേസിലേക്ക് വരുമ്പോൾ ചിലർ കാണും. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ചില ഗ്രൂപ്പിൽ നമ്മൾ ഗ്രൂപ്പായിട്ട് അസൈൻമെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ ചില കുട്ടികളായിരിക്കും ആക്റ്റീവായിട്ട് ചെയ്യുന്നത്, ചില കുട്ടികൾ ജസ്റ്റ് പാസീവായിട്ട് ചെയ്യത്തേ ഉള്ളൂ. പക്ഷെ ചില ബിരുദന്മാരുണ്ട് എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവരാണ് മെയിൻ എന്ന് പ്രസന്റ് ചെയ്ത് വരുമ്പോൾ ഇത് ഫുള്ളും അവരായിരിക്കും. ഞാൻ അങ്ങനെ എടുത്തോണ്ടൊന്ന് ഞാൻ പറഞ്ഞ പോലെ ചെയ്തുകൊണ്ടാണ് എൻ്റെ ഐഡിയ വർക്കൗട്ട് ആയത്. ഇതേ സാധനം വർക്കിലും വരാം. അതായത് ഇപ്പോൾ ക്രിസ്റ്റീന എൻ്റെ ഒരു റിപ്പോർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ക്രിസ്റ്റീനയുടെ ബോസാണ് ഞാൻ. അപ്പോൾ ക്രിസ്റ്റീനയ്ക്ക് എന്തോ ഒരു അവാർഡ് കിട്ടി, പ്രൊഫഷണലി നല്ലൊരു അവാർഡ് കിട്ടി. അപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്താണ്, എങ്ങനെ കിട്ടാതിരിക്കും? ഞാനല്ലേ ട്രെയിൻ ചെയ്യിച്ചത്, ഞാൻ ട്രെയിൻ ചെയ്യിച്ച എല്ലാവർക്കും അവാർഡ് കിട്ടാറുണ്ട്. എന്നാൽ ഇതിനിടയ്ക്ക് ക്രിസ്റ്റീന എടുത്ത എഫേർട്ടോ ഹാർഡ് വർക്കോ ചത്ത് കിടന്ന് പണിഞ്ഞതോ അതൊന്നും കാണുന്നുണ്ടാവില്ല. ചിലപ്പോൾ എൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കാം. ജസ്റ്റ് ഒരു നെയിം സേക്ക് ഒരു മാനേജർ ആയിരുന്നു അല്ലെങ്കിൽ ബോസ് ആയിരുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ. കഷ്ടപ്പെട്ടത് മുഴുവനും ക്രിസ്റ്റീനയായിരിക്കും. പക്ഷെ അവാർഡ് വരുമ്പോൾ എങ്ങനെ കിട്ടാതിരിക്കും? ഞാനാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ. ഞാൻ കറക്റ്റ് വരച്ചു കൊടുത്തു, അവൾക്ക് അത് കൂടെ പോയാൽ മതിയായിരുന്നു, സിമ്പിളായിട്ട് അവൾ എത്തി, ഇത്ര ഉള്ള കാര്യം. ഈ മെയിൻ ക്യാരക്ടർ സിൻഡ്രോം ഇപ്പോൾ ഒരാൾക്കുണ്ടോയെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇപ്പം നമുക്കുണ്ടോയെന്ന് നമുക്ക് എങ്ങനെ സെൽഫായിട്ട് അതിനെ അസസ് ചെയ്യാം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ തന്നെ ഇരുന്ന് ആലോചിക്കുക. നമ്മൾ വേറൊരു ഫ്രണ്ട് വന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും വന്ന് ഒരു ഗ്രൂപ്പായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനാണോ കൂടുതൽ സംസാരിക്കുന്നത്, മറ്റേയാളെ സംസാരിക്കാൻ വയ്ക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ സംസാരിക്കുന്നുണ്ടോ, അയാളെ കേൾക്കുന്നതിന് പകരം ഞാൻ എൻ്റെ കാര്യമാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്,
അയാൾ പറയുമ്പോൾ ഞാൻ എന്താണ് ആലോചിക്കുന്നത്, ഞാൻ എൻ്റെ കാര്യമാണോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ അയാൾ ടോപ്പിക്കേ നിർത്തി വേറെ ഒന്നുകിൽ എണീറ്റ് പോവുക, അല്ലെങ്കിൽ നമുക്ക് ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അത് അയാൾ ഹാപ്പി ആയിട്ടാണോ ചെയ്യുന്നത്, അതോ അയാൾ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള മട്ടിലാണോ പോകുന്നത്, കോൺവെർസേഷൻസ് കംപ്ലീറ്റ് ആവാറുണ്ടോ, അല്ലെങ്കിൽ ഒരാൾ പറയുമ്പോൾ അയാളുടെ ഇമോഷൻ എനിക്ക് മനസ്സിലാവാറുണ്ടോ, ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ, എന്നിങ്ങനെയൊക്കെ നിങ്ങളിരുന്ന് ആലോചിച്ച് നോക്കാം. ഇതിലൊരു ഭൂരിഭാഗം ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം ഇല്ല എന്നാണെങ്കിൽ, അതായത് ഞാൻ കേൾക്കുന്നില്ല, ഞാൻ കൂടുതൽ സംസാരിക്കുകയാണ്, ഞാൻ അയാളുടെ ഇമോഷനെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്നൊക്കെയാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രോപ്പറായിട്ടൊരു ഡയഗ്നോസിസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളൊരു തെറാപ്പിസ്റ്റിനെ കണ്ട് സംസാരിക്കേണ്ട, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോയി എടുക്കേണ്ട കാര്യമുണ്ട്. കാരണം നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല, നിങ്ങളത് തിരിച്ചറിഞ്ഞിട്ടും ഉണ്ടാവില്ല. പക്ഷേ ബന്ധങ്ങളെല്ലാം പതുക്കെ പതുക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് അകന്നു പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ പണ്ട് സ്ഥിരമായിട്ട് നിങ്ങളെ കാണാൻ വന്നുകൊണ്ടിരുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ മീറ്റ് ചെയ്യാൻ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നുണ്ടാവില്ല. അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയോ മറ്റേതെങ്കിലും ഫ്രണ്ട് വഴിയോ അറിയേണ്ടി വരുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആലോചിക്കുക. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവൻ ഒരു ദിവസം കരഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവളുടെ അച്ഛൻ മരിച്ചത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട്. അത് പക്ഷേ ഇവർ തമ്മിൽ ഡിസ്റ്റൻ്റായി പോയത് കൊണ്ടാണ്. അതേപോലെയുള്ള അപ്ഡേറ്റുകൾ, ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങളുടെ ക്ലോസ് ആയ ആൾക്കാർ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല എങ്കിൽ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ ഉണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നിങ്ങൾ അവിടെ അവൈലബിൾ അല്ലാഞ്ഞിട്ടാണോ, നിങ്ങൾ കേൾക്കാനില്ലാഞ്ഞിട്ടാണോ, നിങ്ങൾ ഇമോഷണലി സപ്പോർട്ടീവ് ആവാത്തതുകൊണ്ടാണോ എന്നൊക്കെ ഒന്ന് ആലോചിക്കണം. അപ്പോൾ മെയിൻ ക്യാരക്ടർ സിൻഡ്രോം എന്ന് ഇപ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര വലിയ സംഭവമായിട്ടൊക്കെ തോന്നുമെങ്കിലും നമ്മളെല്ലാവരിലും ഉള്ളൊരു സാധനമാണ്. പക്ഷെ ഇതൊരു എക്സാജറേറ്റഡ് ലെവലിലേക്ക് പോവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മളാണ് മെയിൻ ക്യാരക്ടറെങ്കിൽ മറ്റൊരാളുടെ ലൈഫിൽ അയാളാണ് മെയിൻ ക്യാരക്ടറെന്ന് നമ്മൾ ഹോൾ ഹാർട്ടഡ്ലി അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ.